ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിച്ചത് ചട്ടങ്ങൾ പാലിക്കാതെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്ന് വനം വകുപ്പിന്റെയും കണ്ടെത്തൽ വരുന്ന നടപടിക്ക് ശുപാർശ ചെയ്തെന്നും വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചെന്നും ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തിയും വ്യക്തമാക്കി. നമ്മൾ നടന്നിട്ടുണ്ട് തന്നെ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നാട്ടാന പരിപാലന ചട്ട നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ ലംഘനമാണോ? ലംഘനം നടന്നിട്ടുണ്ട്. നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അവരുടെ പെർമിഷൻ റദ്ദ് ചെയ്യാനുള്ള എഴുന്നള്ളിപ്പിനുള്ള പെർമിഷൻ റദ്ദ് ചെയ്യാനുള്ള ശുപാർശയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അമ്പലത്തിനുള്ള എഴുന്നള്ളിപ്പിനുള്ള റദ്ദ് ചെയ്യാനുള്ള ശുപാർശയാണ് കൊടുത്തിരിക്കുന്നത്. എനിവേസ് വയലേഷൻസ് ഹാവ് ഹാപ്പൻ. നമ്മൾ അതിനുള്ള റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട്. റിയ കൂടി ചേരുന്നുണ്ട്. റിയ, പരിശോധനകളൊക്കെ തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും മറ്റ് ബന്ധപ്പെട്ട ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഹൈക്കോടതിയുടെ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടോ? സാധാരണ അറിയാമല്ലോ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഇളവൊക്കെ അനുവദിച്ചുകൊണ്ട് നിയമപരമായിട്ട് വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിലുള്ള എവിടെയൊക്കെയാണ് വീഴ്ച സംഭവിച്ചത്, ആരൊക്കെയാണ് മറുപടി പറയേണ്ടതെന്നാണ് ഹൈക്കോടതി തുടക്കത്തിൽ തന്നെ സൂചനയായി പറയുന്നത്. പ്രജീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഇളവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റും ആന എഴുന്നള്ളിപ്പ് നടക്കുകയും ചെയ്തത്. ഇതിൽ ഹൈക്കോടതി പ്രധാനമായും ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ദൂര സ്ഥലങ്ങളിലേക്ക് ആനയെ കൊണ്ടുപോകാൻ അനുമതി നൽകുന്നത് ആരാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊന്നാണ്, ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ വിശദമായി തന്നെ എല്ലാ റിപ്പോർട്ടുകളും റെക്കോർഡുകളും ഹൈക്കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയത്. കാരണം ഈ ഇടഞ്ഞ 2 ആനകളും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിനോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. അതിലാണ് ആനയുടെ ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ച റിപ്പോർട്ട്, ഫീഡിംഗ് റിപ്പോർട്ട്, ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള റെക്കോർഡുകൾ ഈ ആനയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് മുമ്പാകെ ഹാജരാകാനാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, അതോടൊപ്പം തന്നെ എസ് മുരളീകൃഷ്ണൻ, 2 അംഗ ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന ഇടപെടൽ നടത്തുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടായത്, സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് കേസെടുക്കുന്നത്, എന്താണ് ഇതിന്റെ നിയമ നടപടികൾ തുടർന്ന് സ്വീകരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പും ഗുരുവായൂർ ദേവസ്വവും ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് മുമ്പാകെ നൽകേണ്ടി വരും. ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഈ റിപ്പോർട്ടുകൾ റെക്കോർഡുകളൊക്കെ തന്നെ കൈവശമുണ്ടോ എന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ലൈഫ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ തിങ്കളാഴ്ച ഹൈക്കോടതി മുമ്പാകെ ഹാജരായി വിശദമായ റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ദൂരസ്ഥലങ്ങളിലേക്ക് ആനകളെ കൊണ്ടുപോകുമ്പോൾ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ? ആനയാണ്, അപ്പോൾ തീക്കളി പാടില്ല, അവിടെ എന്തെങ്കിലും രീതിയിൽ വെള്ളം ചേർക്കൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിനൊക്കെ മറുപടിയാണ് ഇനി ഉത്തരവാദിത്തപ്പെട്ടവർ പറയേണ്ടത്.